മണ്ണാറശാലയമ്മയായി ഏറെക്കാലം ആ സ്ഥാനത്തിരുന്നതും ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തത് ദിവ്യശ്രീ സാവത്രി അന്തർജനമാണ്. 1079 തുലാമാസത്തിലെ അനിഴം നക്ഷത്രത്തിൽ ജനിച്ച അമ്മ 1092 ചിങ്ങം 18 വേളിയായി എത്തിയാണ് മണ്ണാറശാല കുടുംബാംഗമായത്. 1093 മുൻഗാമിയായിരുന്ന ദേവകി അന്തർജനത്തിന്റെ സമാധിയെ തുടർന്ന് മണ്ണാറശാല വല്യമ്മയായി തുലാമാസത്തിൽ സ്ഥാനമേറ്റെടുത്തു. 1094 മകരം 23 അമ്മ ക്ഷേത്രത്തിൽ പൂജ ആരംഭിച്ചത്. ചരിത്രത്തിൽ ഇടം നേടിയ ദിവ്യശ്രീ സാവത്രി അന്തർജനം 75 വർഷത്തോളം മണ്ണാറശാല വല്യമ്മയുടെ സ്ഥാനത്തിരുന്നു. അമ്മയുടെ മടിയിലൂടെ സർപ്പക്കുഞ്ഞുങ്ങൾ ഇഴഞ്ഞു വരെ നടക്കുമായിരുന്നു. അമ്മ ഭസ്മം ജപിച്ച് നൽകിയാൽ മാറാത്ത രോഗങ്ങളും വ്യാധികളും ഒന്നും തന്നെ ഇല്ലായിരുന്നു. അമ്മയുടെ കൂടെ സർപ്പക്കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുമായിരുന്നു. അമ്മയുടെ മടിയിലൂടെ ഇഴഞ്ഞു നടക്കുമായിരുന്നു. 1986 നവംബർ 4 അമ്മയുടെ ശതാഭിഷേകം പ്രൗഢിയോടും ആഡംബരത്തോടും ആഘോഷിച്ചു. ചരിത്രത്തിൽ ഇടം നേടിയ സാവത്രി അന്തർജനം തൻ്റെ 14ാമത്തെ വയസ്സിൽ മണ്ണാറശാല വല്യമ്മയായി ചുമതലയേറ്റതാണ്. 75 വർഷത്തോളം ആ സ്ഥാനത്തിരുന്ന അമ്മയെ കാണുന്നത് തന്നെ പുണ്യമായിരുന്നു. അമ്മ സമാധിയായപ്പോൾ ഭക്തരെ അനുഗ്രഹിക്കുകയും പതിറ്റാണ്ടുകളായ ദിവ്യപ്രകാശം വ്യാപിക്കുകയും ചെയ്ത ആ മഹാനായ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വിവിധ മേഖലകളിൽ നിന്ന് നിരവധി നേതാക്കളും പ്രമുഖ വ്യക്തികളും മണ്ണാറശാലയിലേക്ക് ഒഴുകിയെത്തി. വല്യമ്മ എന്ന നിലയിൽ 8 പതിറ്റാണ്ടോളം പൂർത്തിയാക്കിയ ശേഷം 1993 ഒക്ടോബർ 24 91 വയസ്സിൽ വല്യമ്മ സാവത്രി അന്തർജനം സമാധിയായി. മണ്ണാറശാലയമ്മയായി ഏറെക്കാലം ഈ സ്ഥാനത്ത് തുടർന്ന ദിവ്യശ്രീ സാവത്രി അന്തർജനത്തിന് ശേഷം മറ്റൊരമ്മയും ഇത്രയും വർഷത്തോളം ആ സ്ഥാനത്ത് ഇരുന്നിട്ടില്ല. നാഗമാതാവായ മണ്ണാറശാലയമ്മ ദിവ്യശ്രീ സാവത്രി അന്തർജനത്തിൻ്റെ സമാധിക്ക് ശേഷം അമ്മയുടെ പിൻഗാമിയായി 1993 ഒക്ടോബർ 24 ഉമാദേവി അന്തർജനം ചുമതലയേറ്റു. പരോധനനായ MG നാരായണൻ നമ്പൂതിരിയുടെ ഭാര്യയായിരുന്നു ഉമാദേവി അന്തർജനം. അമ്മയുടെ പിൻഗാമിയായ ഉമാദേവി അന്തർജനത്തെ പറ്റിയാണ് ഇനി അടുത്ത വീഡിയോയിൽ. നിങ്ങൾക്ക് ദിവ്യശ്രീ സാവത്രി അന്തർജനത്തെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഏവർക്കും മണ്ണാറശാല അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്ദി.